വൈശാലി, നീ എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്നെ കുറിച്ച് എന്താ തോന്നിയത്? ഇഡിയറ്റ്. അത് കഴിഞ്ഞ് ഫൂൾ. ഇപ്പോഴോ? ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കരുതുന്നില്ല. ആഹാ. എന്താന്ന് വെച്ചാ നിന്നെ പോലെ ഞാനും ഒരു ഫൂളായി പോവില്ലേ? Do you know that all the pretty girls fall in love with fools only? That's true. കരിവള വാങ്ങാൻ പോവാ. എന്താ തണുക്കുന്നുണ്ടോ? ഇവിടെ തന്നെ ഞാൻ പോയി സ്വെറ്റർ വാങ്ങിട്ട് വരാം. ഓക്കെ? അവൻ ആരെങ്കിലും ആട്ടെ വിട്ടു. അവൾ ഒരു അനാഥയാണെന്ന് മാത്രമേ അറിയൂ. എവിടെ നിന്ന് വന്നൊന്നോ എന്തിനു വേണ്ടിയാ വന്നതെന്നോ അറിയില്ല. என்னடி எல்லார் கண்ணிலும் பொடிய தூவிட்டு இங்க இருந்து போயிட்டல? எங்க போயிருந்த? இங்க பாரு, மூஞ்ச பாரு, மூஞ்சி. குழு மணாலியில இருந்தியா? ரெண்டு வருஷமா நீ எங்களை இப்படி சுத்த வச்சுக்கிட்டே இருக்கிறியா?
அன்னைக்கு டிவியில ப்ரோக்ராம் வந்தப்பதான் தெரிஞ்சது நீ அங்கத்தான் இருக்க. சன்னியாசியா? நீ சன்னியாசியா? சொல்லுடி, സന്യാസി വേഷം ഉനക്ക്? വൈശാലി വന്നാച്ചാ? കിടച്ചാച്ചാ? സത്യമല്ലേ? കിടച്ചാച്ചടാ. കിടച്ചാച്ചെന്നാൽ എന്താ? കിട്ടിയെന്ന്. വൈശാലിയെ കിടച്ചാച്ചേ, വൈശാലിയെ കിടച്ചാച്ചേ, വൈശാലി. നിനക്ക് വൈശാലി ആരാണെന്ന് അറിയോ? വൈശാലി ആരെന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഹാപ്പി അല്ലേ? അത് പോതുണ്ടേ. അവർക്കാർക്കും എന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ അവര് വന്ന് അവളെ തേടി മാത്രമാ. അവളെ അവർ പിടിച്ചോണ്ട് പോയി എന്തിനാന്ന് അറിയണം. അതിനു മുമ്പ് അവൾ എവിടെ ഉണ്ടെന്ന് അറിയണത്. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. വേണ്ട മോനെ, വേണ്ട. അവർ നിന്നെ അന്വേഷിച്ച് കിടക്കുക. കണ്ടാ കൊന്നുകളയും. പ്ലീസ് ഡാ, അച്ഛൻ പറയുന്നത് നീ ഒന്ന് കേക്ക് മോനെ. അളിയ, ഇതാ വീട്. നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ശരി, നീ ഇപ്പൊ കാര്യം നിറങ്ങണ്ട. ഒരു സീറ്റ് താ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവര് നിന്നെ കണ്ട കൊന്നുകളയും. ഇത് പറയാൻ നീ ആരാ? അവരൊന്ന് കൊല്ലാൻ വന്നപ്പോ എന്നെ നീ രക്ഷിച്ചത് ഓർമ്മയില്ലേ? ഓ, നീയായിരുന്നു അത്. ഇവരറിയോ? അറിയും. എനിക്കൊരു സഹായം ചെയ്യോ? പറയൂ. ഞാനൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവളെ ഇവർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. നീ ഈ പറയുന്നത് വൈശാലിയെ കുറിച്ചാണ്? വൈശാലി നിനക്കെങ്ങനെ അറിയാം? അറിയാം. വൈശാലിയെ രക്ഷപ്പെടുത്തിയതിന് അവരെന്നെ കൊല്ലാൻ വന്നത്. ശരിക്കും വൈശാലി ആരാണെന്നറിയോ? നാരായണ ഭട്ടതിരിയുടെ മോള്. നാരായണ ഭട്ടതിരി എല്ലാവർക്കും ബഹുമാനമായിരുന്നു. ഈ തമ്പിദുരയും പൊന്നുസ്വാമിയും മുരുകേശും എല്ലാവരും അവിടുത്തെ ജോലിക്കാരായിരുന്നു. വൈശാലി ഭട്ടതിരിയുടെ ഒരേ ഒരു മകൾ. ആ തമ്പിദുരയ്ക്കും പൊന്നുസ്വാമിക്കും അവരുടെ സ്വത്തുക്കളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. பட்டேரி சார், உங்க மகளை ഞങ്ങட മുരുകേശനുക്ക് കല്യാണം പണി വെക്കലാമാ? എന്റെ എച്ചിൽ തിന്നുന്ന നിനക്കൊക്കെ എന്റെ മോളെ തന്നെ വേണമല്ലടാ. ഇവിടെ വേണ ഇടാ തെണ്ടി. എന്റെ വീട്ടിൽ എന്റെ മോളെയും കെട്ടി രാജാവിനെ പോലെ പൊറുക്കാമെന്ന് കരുതിയല്ലടാ. ഇറങ്ങി പോടാ. വെട്ടി ആരെയുണ്ടെങ്കിൽ ഇറങ്ങി പോടാ. ഒന്നും ചെയ്യണ്ട. ആസിറ്റ് പോയതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? നീയും നിന്റെ മോളും ദൈവങ്ങളാണോ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞു. டேய் முருகேசா, தாலி கட்டறா, கட்டு. அவ சாவறதுக்கு முன்னாடி கட்டு. அவனு பாக்கட்டும். என்னடா செய்வ நீ? என்ன செய்வ? கட்டுடா, நீ கட்டு. എങ്ങനെയും വൈശാലിയെ രക്ഷപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ ആ ട്രെയിനിൽ കയറ്റി വിട്ടതാ. പക്ഷെ എവിടേക്കാ പോയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ല. ഞാൻ ഒളിപ്പിച്ചെന്ന് അവർ വിചാരിച്ചിരുന്നത്. ഇപ്പോ വൈശാലി വീണ്ടും അവരുടെ കൈ തന്നെയായി. എങ്ങനെയെങ്കിലും വൈശാലി രക്ഷപ്പെടുത്തണം.
പോലീസ് സ്റ്റേഷൻ എവിടെയാ? നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടാവും. എന്നാൽ വിതുരയുടെ വീട്ടിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് നീ തന്നെ പറയുന്നു. എന്താ സാർ ഇത്? അച്ഛൻ്റെ അമ്മയുടെ ശവത്തിന് മുമ്പിൽ വെച്ച് നടന്ന് എങ്ങനെയാ സാർ വിവാഹം വന്നത്? അത് നമുക്കല്ലേ അറിയൂ. പക്ഷെ അവർ വെളിയിൽ പറഞ്ഞ കഥകളൊക്കെ വേറെയാണ്. ആ പട്ടതിരിയെ കൊന്നത് മറ്റാരോ ആണെന്നും ഇപ്പോൾ ആ ഫാമിലി നോക്കി നടത്തുന്നത് ഇവരാണെന്നും ഒക്കെയാണ് പറയുന്നത്. അവരാണ് കുറ്റവാളികളെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു വിറ്റ്നസ്സും ഇല്ല, യാതൊരു പ്രൂഫും ഇല്ല. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത്. ഇപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നിരിക്കട്ടെ, അവന്റെ മരുമോളെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ് എന്റെ പേര് കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യത്തിൽ തൽക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. ഏയ്, മുരുകേശനെ അടിച്ചത് നീയാണോ? കൈകൊട്, കൈകൊട്. നീയാ? അവനെയല്ല, ഏതവനെ കൈ കിട്ടിയാലും അടിച്ചു നൂത്തേര്. ആ കാര്യത്തിൽ നിനക്ക് ഞാൻ എന്ത് ഹെൽപ്പും ചെയ്യാം. താങ്ക് യു സാർ. ഓ, തുടങ്ങിക്കോ. കുറച്ചെങ്കിലും കഴിക്കും. വേണ്ട. മുടിയെ പിടിച്ച് ഇഴുത്ത് നിലത്ത് അടിച്ചാലുണ്ടല്ലോ അവളെ നീ ചോര തുപ്പുവ. സീക്കിരം സാപ്പിട്. ഉനക്ക് വേണ്ടിയല്ല, ഉന്നോட കാസിന് വേണ്ടിയാ. മര്യാദക്ക് சொன்னதை കേട്ട് മുരുകേശന്റെ ഒപ്പം ജീവിക്കാൻ നോക്ക്. ஒரு 6 மாசத்துக்கு அப்புறம் கஷ்டம் தோணியா சாவு. இல்லனா நானே உன்னை கொன்னுடுறேன். புரிஞ்சுதா? ஏய், சொல்லி குடுறே. എത്ര പേരെ കവലം നോക്കടാ, എല്ലാം ക്രിമിനൽസാ. വൈശാലി ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയെങ്കിലും വൈശാലി എനിക്കൊന്ന് കാണണം. അതൊന്നും നടക്കില്ല. വൈശാലി അവിടെ തന്നെയാണ് ഉള്ളത്. ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞിട്ടാ? എന്നെ കുറിച്ച് അവർക്ക് അറിയില്ല. പവർ കെട്ടിയടാ. അയ്യോ, വേണ്ട 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 ബാലു. ഇപ്പൊ നിങ്ങൾ പവർ കെട്ടിയതാ. ഞാൻ പോയി വൈശാലിയെ കാണാം. ഒത്താൻ അവളെ കൊണ്ടുവരികയും ചെയ്യാം. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഒരുത്തനെ കൊന്നിട്ടെങ്കിലും വരാം. പവർ കെട്ടി. എന്നടാ ஏண்டா இந்த நேரத்துல கரண்ட் போச்சு? ஏய், மெழுதிரி கத்திச்சு வாங்கடா. அண்ணே, நம்ம மினிஸ்டருக்கு ஃபோன் பண்ணி அந்த எலக்ட்ரிக் டிபார்ட்மெண்ட்டுக்கு வார்னிங் கொடுக்கணும்னே. கொடுக்கலாம். ஏய், எங்கடா மெழுதிரி? ஏய், நில்றாங்க. யார் அது? கொடை அங்க வச்சுட்டு மெழுதி எடுத்துட்டு வா, போ. பார்த்தாயா, இந்த வீட்டுல எத்தனை பேர் இருக்கு, ஒருத்தனுக்குமே காமன் சென்ஸே இல்லடா. மெழுதிரி கத்திச்சு கொண்டு வரதுக்கு இவ்வளவு நேரமா? ஆழா போற கரண்ட் ஒரே இருட்டா இருக்கு. ஆமா. ஏய், அத்தைங்க கொடுப்பாரு. அந்த பொண்ணு ரூம்ல வை.